റെയിൽവേ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു എന്ന വിവരമാണ് വരുന്നത്. ട്രെയിനുകളിലെ പരിശോധനയും സുരക്ഷയും കർശനമാക്കുവാൻ ഉള്ള ഒരു നിർദ്ദേശം കൂടി വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ ക്രൈം ചരിത്രത്തിൽ എങ്ങും ഇങ്ങനെ ഒരു സംഭവം, ഒരു TTEക്ക് നേരെ ഇത്തരത്തിലൊരു കൊലപാതകം, മുമ്പ് ആക്രമണങ്ങളോ തർക്കങ്ങളോ അല്ലെങ്കിൽ മർദ്ദനമോ ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ പോലും ഒരാളെ ഒരു TTE കൊലപ്പെടുത്തുന്ന സംഭവം ഇത് ആദ്യമാണ്. റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ അവർ ഈ സാഹചര്യത്തിനെ എങ്ങനെ വിലയിരുത്തുന്നു? തുടർ നടപടികൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ, നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് വരുന്നത്? അതായത് ഗോകുൽ, ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും ഇതിനെ വളരെ ഗൗരവകരമായാണ് ആ റെയിൽവേ കാണുന്നത്. ആ ഒരു ജീവനക്കാരന് തൊഴിലിടത്തിൽ സുരക്ഷ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായി തന്നെ റെയിൽവേ ഇതിനെ വിലയിരുത്തുകയും ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിനുകളിലെ ടിക്കറ്റില്ലാത്ത യാത്രക്കാരെ സംബന്ധിച്ച പരിശോധനയും ഒപ്പം സുരക്ഷയും കൂടുതൽ കർക്കശമാക്കാൻ റെയിൽവേ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരിശോധനകൾ വരും മണിക്കൂറുകളിൽ തന്നെ വ്യാപകമായ തോതിൽ നടക്കും. ഒപ്പം തന്നെ ഈ മരണപ്പെട്ട ജീവനക്കാരന്റെ കുടുംബത്തിന് ധനസഹായം ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിലും റെയിൽവേ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ എത്ര തുക നൽകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ തന്നെ റെയിൽവേ തീരുമാനിക്കും. എന്തായാലും ഇത് വളരെ ഗൗരവകരമായ സംഭവമായാണ് റെയിൽവേ വിലയിരുത്തുന്നത്. ഒപ്പം വ്യാപകമായി ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രമേ റെയിൽവേ കാണുകയും ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിൽ കൃത്യമായ പരിശോധനകൾ നടത്താനും പ്രതിക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും റെയിൽവേ ഡിവിഷണൽ മാനേജർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ RPFനോട് പഴുതടച്ച രീതിയിലുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ട്രെയിനുകളുടെ സുരക്ഷയും ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരെ സംബന്ധിച്ച പരിശോധനയും റെയിൽവേ കർശനമാക്കും. അതാണ് ഈ മണിക്കൂറിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിവരങ്ങൾ. ഗോകുൽ. ശരി ജയശങ്കർ, ഏതായാലും നിലച്ചിരിക്കാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മുൻപെങ്ങും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാത്തതിൻ്റെ ഞെട്ടൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്കും റെയിൽവേക്കും ആകെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഈ വാർത്ത കേൾക്കുമ്പോൾ വിനോദിൻ്റെ സാഹചര്യങ്ങൾ, വിനോദിൻ്റെ പശ്ചാത്തലം, അയാളുടെ TTE എന്ന ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് അപ്പുറത്തേക്കുള്ള സാമൂഹ്യമായ ഇടപെടൽ, കലാപരമായ അയാളുടെ കഴിവിതൊക്കെ ഓരോ മനുഷ്യരെ ഓർത്തെടുക്കുന്നു. നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം ആളുകൾ അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്, വ്യക്തിപരമായി അറിയാവുന്ന ആളുകൾ. ഏതായാലും അതിദാരുണമായ സംഭവമാണ് ഇന്ന് ട്രെയിനിലുണ്ടായത്. TTE വിനോദ് കണ്ണനെ ഒഡീഷ സ്വദേശിയായ രജനീകാന്താണ് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. അതും ടിക്കറ്റ് എടുക്കാതെയുള്ള യാത്ര, അത് ചോദ്യം ചെയ്ത് പിഴ ഈടാക്കിയതുള്ള പ്രതികാരത്തിൻ്റെ പേരിലാണ് ഈ TTE കൊലപ്പെടുത്തിയത്. അതിദാരുണമായ സംഭവം നടന്ന് തൃശ്ശൂരിൽ വെച്ചാണ്.